5 വീട്ടമ്മമാരിൽ വിജയ കിരീടം ചൂടുന്നതാര്? മ്യൂസിക്കൽ വൈബ് മെഗാ ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ഫ്ലവേഴ്സിൽ. നമസ്കാരം കൂട്ടുകാരെ. ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, കോ പവേർഡ് ബൈ മിൽക്കി മിസ്റ്റ് കൗഗി, കോക്കറോട്സ്, സൺഡിപ്സ് ടീ ആൻഡ് ഡബിൾ ഹോസിൻ്റെ പുതിയൊരു ഓണം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്വാഗതം ചെയ്യാം, അപർണ തോമസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. സെയിം ടു യു. ഹാപ്പി ഓണം. എങ്ങനെയാണ് ഓണം? പറയൂ. ഓണത്തിന്റെ വിശേഷം ഒക്കെ അറിയണം. അതുകൂടാണ്ട് ഒരു പായസം ഉണ്ടാക്കി തരണം. ഇതൊക്കെയാണ് ആഗ്രഹം. അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഓക്കെ, ഓണം ആസ് യൂഷ്വൽ എല്ലാരെയും പോലെ തന്നെ വീട്ടില് ഫാമിലി, ചില ദിവസങ്ങളിൽ ഫ്രണ്ട്സിന്റെ കൂടെ. ഇപ്പൊ 10 ദിവസമൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പൊ കുറച്ച് ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ, കുറച്ച് ദിവസം ഫാമിലിയുടെ കൂടെ. ഏതെങ്കിലും ട്രിപ്പ് ഉണ്ടോ? അതോ കേരളത്തിൽ തന്നെയാണോ? യൂഷ്വലി ഉണ്ടാവാറുണ്ട് ഓണം സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പോകും. പക്ഷെ ഇത്തവണ നമ്മൾ എവിടെയും പോകുന്നൊന്നുമില്ല. ഓണത്തിന് ഏറ്റവും കൂടുതൽ എല്ലാവരും സദ്യയൊക്കെ കഴിക്കുമെങ്കിലും എന്താണ് അപർണയുടെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ്? ഓക്കെ, എന്റെ കംഫർട്ട് ഇതാണ്, ഓണത്തിന് എനിക്ക് ഇത് കിട്ടിയത് ഞാൻ മോർ ഹാപ്പിയാണ്. അത് എന്തായിരിക്കും? സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാണ്? സാമ്പാർ ഇഷ്ടമാണ് അല്ലേ? സാമ്പാർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ. കുറച്ച് ചോറും സാമ്പാർ കൂട്ടി കഴിക്കാൻ ഭയങ്കര കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുക്ക് ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ വരുമ്പോ ഷെഫിന്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇല്ല, ഷെഫിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ എന്താ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മത്തങ്ങ പ്രഥമനാണ്. എന്തെങ്കിലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ആശാനുണ്ട്. അപ്പൊ അങ്ങേരുടെയും കൂടെ സജഷനാണ്. അപ്പൊ എനിക്ക് പുള്ളി നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ, പക്ഷെ ആളെ കാണാനൊന്നുമില്ല. ഇടയ്ക്ക് സാധനങ്ങൾ ഇതേ മൊത്തം ലിസ്റ്റ് കൊടുത്താൽ എന്റെ സാധനം പോലും ഇനി കൊണ്ടുവരുമായിരിക്കും. ബാക്കിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മത്തങ്ങ വേവിച്ച് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര ഇങ്ങനെ കട്ടിക്ക് പാവ് കാച്ചി വെച്ചു. 1-ാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുക്കിന്റെ പൊടി, തേങ്ങാക്കൊത്ത്, ഏലക്കാപ്പൊടി, നെയ്യ്, ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുടെ കിട്ടേണ്ടതാണ്. അത് ബാക്കിയൊക്കെ എങ്ങനെയോ ഈ സമയത്തിൽ എത്തിച്ച് അത് എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നെയ്ക്കകത്ത് ഈ ഒരു ഇത് മിൽക്കി മിസ്റ്റിന്റെ കൗഗിയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ മത്തങ്ങേനെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ആദ്യം. ഈ നെയ്യുടെ ഒരു മണമുണ്ട്. അതെ, അയ്യോ, നെയ്ക്ക് ഒരു പ്രത്യേക മണം. നെയ്യ് എന്ന് പറഞ്ഞാൽ അതൊരു വിശിഷ്ടമായ ഏറ്റവും ഒരു നമ്മുടെ ഒരു ഡയറി പ്രൊഡക്റ്റിലെ ഏറ്റവും ഒരു ഡെലിക്കേറ്റ് ആയിട്ട് നമ്മുടെ ക്യുസിനകത്ത് ഈ നെയ്യുടെ പായസത്തിനകത്ത് ചേർക്കുക, അല്ലെ പരിപ്പിന്റെ കൂടെ ഒരു അല്പം ചേർക്കുക. പക്ഷെ ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നെയ്യിലാണ് പാചകം. കുക്കിംഗ് ഇഷ്ടമാന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ജീവ നിങ്ങൾ രണ്ടുകൂടെ നിൽക്കുകയാണ് ഇവിടെ, അപ്പൊ കൊച്ചിയിൽ ഫ്ലാറ്റിലുണ്ട്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട്, ഒരു 4 പേര് കോൾ ചെയ്യുകയാണ്, നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് പോരെ. അപ്പൊ അവിടെ ബേസിക്കലി നിങ്ങൾ അന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ഉടായ്പ പരിപാടിയൊക്കെ അപ്പൊ പെട്ടെന്ന് കുക്ക് ചെയ്യണം. ഒരു ഗസ്റ്റ് വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അപർണ എന്തായിരിക്കും മെനു? നിങ്ങളുടെ ചോയ്സ് ആണ് മെനു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ്ലി നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കും. അതെ, ചപ്പാത്തി. ഞങ്ങൾക്ക് 2 പേർക്കും ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പൊ രാത്രി ഡിന്നറും കൂടെ ആവുമ്പോ നല്ല തിക്ക് ഗ്രേവിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കി ചപ്പാത്തിയും കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി ഡിന്നർ. അതെ. നെയ്യ് അങ്ങനെ ചൂടായി. അപ്പൊ ഈ മത്തങ്ങ വേവിച്ച് വെച്ചതാണ്. അതിങ്ങനെ മെല്ലെ അതിനകത്തേക്ക് ഒന്ന് വയറ്റിയെടുക്കാം. മത്തങ്ങയ്ക്ക് പൊതുവേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ആ ഒരു ഫ്രൂട്ട് വെജിറ്റബിളിന് ഓൾറെഡി മത്തങ്ങയ്ക്ക് ഒരു ചെറിയൊരു സ്വീറ്റ് അടങ്ങാണ്. ഇപ്പൊ എരിശ്ശേരിക്കൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എരിശ്ശേരിക്ക് മധുരം ഉണ്ടാവും. അത് മത്തങ്ങ പായസം പലർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് അധികം പഞ്ചസാര വേണ്ട. ഇത് പഞ്ചസാരയല്ല, ഇത് തേങ്ങാപ്പാൽ ശർക്കര കോമ്പിനേഷൻ. ഇപ്പൊ പായസത്തിനൊരു റൂളുള്ള അറിയാലോ. പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയാണ് വേണ്ടത്. തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കരയെ പാടുള്ളൂ. തേങ്ങാപ്പാലും പഞ്ചസാരയായിട്ട് ഒരു പായസമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഉണ്ടോന്ന്. പടപ്രഥമനകത്ത് എന്താണ്? ശർക്കര. കടലപ്രഥമൻ, പരിപ്പ് പായസം, ഇതൊക്കെയാണ്. സേമിയ പായസം എന്താണ്? പാലാണ്. അതുപോലെ പാലട എന്താണ്? പഞ്ചസാര വിത്ത് മിൽക്ക്. അപ്പൊ പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയും തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കരയുമാണ് പായസത്തിന്റെ ഒരു സാധനം. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരുപാട് വ്ളോഗ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന നിലയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അപർണയെ കുറിച്ച് എപ്പോഴും വരുമ്പം ദീപിക പദുക്കോണുമായിട്ടുള്ള ആ സംഭവമാണ്. ഇപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പറയൂ. അത് ആ ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ത്രൂ ആണ് ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ആളുടെ മുമ്പിലേക്ക് എത്തിയത്. പക്ഷെ അത്രയും വലിയൊരാളെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ
ശരിക്കും ഞെട്ടിപ്പോവും. എനിക്ക് ദീപിക ആണിങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു എന്താ പറയാ, ആ ഒരു മൊമെന്റിലേക്ക് ഞാനൊന്ന് ബ്ലെൻഡ് ആവാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ ഇത്രയും ഐക്കോണിക് ആയി നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും. എത്ര ഉയരത്തിലുള്ള ആളുകളാണോ അവർ അത്രയും ഡൗൺ ടു എർത്ത് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു 100 പേരുടെ ഞാൻ ആദ്യമായിട്ട് അമീർ ഖാൻ കേരളത്തിൽ വരുമ്പോൾ കാണുകയാണ്. അപ്പൊ നമുക്കറിയാലോ അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടർ. തീർച്ചയായിട്ടും ഒന്നും ഇവരുടെയൊക്കെ ഇപ്പൊ കമൽഹാസൻ, മലയാളത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ദീപിക എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഞാൻ ആരാന്ന് പോലും ചിലപ്പോ അറിയത്തേ ഉണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും നമ്മളോട് സംസാരിക്കുന്ന രീതിയും നമ്മളെ ആ ഒരു ഫുൾ ഇന്റർവ്യൂ സെഷനിൽ എത്രമാത്രം നമ്മളെ കാമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി, ഇപ്പൊ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പഠിക്കും. അവരുടെ അടുത്ത് നിന്ന് ഒത്തിരി നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ബെസ്റ്റ് മൊമെന്റ്. അതെ, ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് സോ ഫാർ എന്ന് ഞാൻ പറയാം. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് മൾട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ പല പല മേഖലയിൽ കഴിവ് തെളിയിച്ച അതുണ്ട്. അപർണയെ കുറിച്ച് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഫുൾ ടൈം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയുന്നില്ല. എനിക്കറിയാം, എന്നെ കണ്ട ആരെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. ഇതേ നമ്മുടെ മത്തങ്ങ അങ്ങനെ നെയ്യിൽ വരണ്ടു. ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ശർക്കര നമുക്ക് പല രീതിയിൽ പാവ് കാച്ചാൻ പറ്റും, ലൂസ് ആക്കാൻ പറ്റും. അപ്പൊ ഇതൊരു കട്ടി നല്ലൊരു പ്രഥമന്റെ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. കടലപ്രഥമനൊക്കെ നല്ല കുറുകിയിരിക്കും. പക്ഷെ കടലയ്ക്ക് ആ ഒരു ടെക്സ്ചർ ഓൾറെഡി ഉണ്ട്, മത്തങ്ങ ഇല്ല. മത്തങ്ങയ്ക്ക് വാട്ടർ കണ്ടന്റ് ലൂസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് ഈ ഒരു ശർക്കരയുടെ പാവ് നല്ല കട്ടിയല്ലത്. ഇതൊരു ഡബിൾ ക്രീം തേന് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പാവ് കാച്ചി കുറുക്കി എടുത്താണ്. അപ്പൊ ഇതിനെ വീണ്ടും ആ നെയ്യിൽ ആവശ്യത്തിന് നമ്മളിപ്പോ മധുരമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ? പിന്നെ ഫുഡെല്ലാം എന്ത് തന്നാലും കഴിക്കും. ഓക്കെ. ഒത്തിരി റെസിപ്പീസ് അറിയാവുന്ന ആളാണല്ലോ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പായസം, ഏറ്റവും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഒരു പായസം ഏതാ? ഓണമൊക്കെ ആകുമ്പോൾ മിക്കവാറും ഒക്കെ ഒരുപാട് പായസ മത്സരങ്ങൾ അവിടെയൊക്കെ പോകുമ്പോഴാണ് ഞാൻ അയ്യോ അത് നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ചിലരുടെ ക്രിയേറ്റീവ് ഒക്കെ ആലോചിച്ചിട്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത്, എവിടെ എനിക്ക് ഓർമ്മയില്ല, 2-3 വർഷം മുമ്പ് ഒരു പായസ മത്സരത്തിന് പോയതാണ്. വീട്ടമ്മമാരാണ്. അപ്പം അടപ്രഥമൻ, ഇറ്റ്സ് നോർമൽ അടപ്രഥമൻ, നമ്മൾ അടപ്രഥമൻ കഴിക്കുകയാണ്. അപ്പം അത് കൊള്ളാം. അടപ്രഥമൻ അറിയാലോ നമുക്ക്, പാലടയല്ല, അടപ്രഥമൻ. അപ്പൊ എന്നിട്ട് കോളിഫ്ലവർ പായസം ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് കോളിഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ അടപ്രഥമൻ കറക്റ്റ് ആണ്. പക്ഷെ കോളിഫ്ലവർ വെച്ച് അവർ അടയുണ്ടാക്കി. അതിന്റെ കോളിഫ്ലവറിന്റെ തണ്ടില്ലേ, അത് അടയുടെ ഷേപ്പിൽ കൃത്യമായിട്ട് കട്ട് ചെയ്ത് അതിന്റെ ആ സ്കിന്ന് മാറ്റി അടയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ട് ബോയിൽ ചെയ്ത് പ്രഥമൻ ഉണ്ടാക്കിയിട്ട് ഞാനത് നോർമൽ അടയായിട്ട് കഴിക്കുകയാണ്. പിന്നെ അപ്പൊ ആ കോളിഫ്ലവറിന്റെ ഫ്ലേവർ നമുക്ക് ജസ്റ്റ് അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു മനസ്സിലായി. ഞാൻ പറഞ്ഞ ആ തണ്ടിനെ അട പോലെ കട്ട് ചെയ്തിട്ട് അതിനെ കുക്ക് ചെയ്തിട്ട് അട ആക്കിയിട്ട് പ്രഥമനുണ്ടായി. അങ്ങനെയൊക്കെയാണ്. അതുപോലെ മുല്ലപ്പൂ വെച്ചൊരുക്കിയ പായസം കിട്ടി, മുല്ലപ്പൂ പായസം. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഏറ്റവും വെറൈറ്റി പായസമായിട്ട് തോന്നിയ വെളുത്തുള്ളി പായസം. ആ വെളുത്തുള്ളിക്കൊരു നമുക്കറിയാലോ എങ്ങനെയായാലും അതിന്റെ ഒരു ആ പായസമായിട്ട് യോജിച്ചു പോകുന്ന ഒരു ഫ്ലേവർ അല്ല. പാലിനകത്ത് ഇത് കുക്ക് ചെയ്യും. അപ്പോൾ പാലിനകത്ത് കുക്ക് ചെയ്യുമ്പം അതിൻ്റെ അമ്ലാംശം എല്ലാം പാലിലേക്ക് മാറും. പിന്നെ അത് ഊറ്റി മാറ്റിയിട്ട് പിന്നെ അതിനെ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി പിന്നീട് വേറെ പാലിനകത്ത് ഉണ്ടാക്കി അങ്ങനെയുള്ള ഗാർലിക് പായസം ഞാൻ കഴിച്ചു. അതൊക്കെ കേട്ടാ ആദ്യമായിട്ടല്ലേ? ഇതൊക്കെ പറയാനാണ് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപർണ കഴിച്ച ഏറ്റവും നല്ല പായസം ഓർമ്മ ഏതാണ്? എനിക്ക് പക്ഷെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മമ്മി ഉണ്ടാക്കുന്ന പായസമാണ്. എനിക്ക് ഏത് പായസമാണത്? കൂടുതലും സേമിയാണ്. അത് ഏറ്റവും എളുപ്പവും എല്ലാ പിള്ളേരെയും പറ്റിക്കുന്ന ഒരു സാധനം. കാരണം വെർമിസിലി എടുക്കുക, പാല് കുറുക്കുക, ഒരു നെയ്ക്കുക, തണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കഴിയും. എല്ലാവരുടെ ഇഷ്ടവുമാണ്. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. ജാവ പോലെ തന്നെയാണ്. സത്യമാണ്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ വെച്ചിട്ടില്ല സേമിയയുടെ വേറൊരു സാധനം, സേമിയയുടെ തൈര് സാദം. ക്യാൻ യു ഇമാജിൻ? അമേസിങ്. അതായത് നമ്മുടെ തൈര് സാദം കഴിച്ചിട്ടുണ്ടോ? ചോറ് വെച്ചല്ലേ തൈര് സാദം? ഇത് ചോറിന് പകരം വെർമിസിലി. അത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് പാസ്ത പോലെ കുക്ക് ചെയ്തിട്ട് തൈരിനകത്ത് കടുകൊക്കെ വറുത്തിട്ട് ഞാനിത് കണ്ട് കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം.
ഇത് നമ്മുടെ മത്തങ്ങ നെയ്ക്കകത്ത് വരണ്ടു, അതുപോലെ ശർക്കര പാവിനകത്ത് കറക്റ്റായിട്ടൊന്നായി. ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിക്കണം. നമ്മുടെ ആശാൻ സാധനം എവിടെ പോയി? എനിക്ക് ഇനി അണ്ടിപ്പരിപ്പ് കൊണ്ടുവരില്ല, ഇനി എവിടെയെങ്കിലും വാങ്ങിക്കാൻ പോയാണെന്ന് ആർക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പാലൊഴിക്കുകയാണ്. ഇനി മെല്ലെ ഇരുന്ന് കുറിയിക്കോട്ടെ. ഓക്കേ. ഞാൻ എന്തായാലും വരുവോ വരത്തില്ലയോ, അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ എന്തായാലും നെയ്യ് ഒന്ന് ചൂടാക്കി വെക്കാം. ഓക്കേ. ഇതെല്ലാം ലിസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഷെഫ് പറയണം കേട്ടോ. ആശാരേ, ഓ ഞാൻ ആദ്യം തന്നെ പറയണ്ട, എന്റെ മിസ്സംബ്ല സാധനങ്ങൾ എപ്പോഴും ടേബിളിൽ ഉണ്ടായിരിക്കണം. അതായത് നെയ്യ് റെഡിയായില്ലേ? അപ്പൊ തന്നെ ഞാൻ കൊണ്ടുവന്നില്ലേ? ദയവുണ്ട് ഇതല്ലേ ഇതിൽ കൂടുതൽ ഇത് അപർണ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല അണ്ടിപ്പരിപ്പ് നിറച്ച് വെക്കാൻ പറഞ്ഞുള്ളൂ. ബാക്കി കഴിച്ചോ? ഇത് എവിടെ പോയി? കഴിച്ചല്ല, ഒന്ന് കയ്യിൽ തട്ടിപ്പോയി. എവിടെ പോയി? അതെ, എനിക്ക് വേറൊരു കാര്യം, ഞാൻ അപർണ വന്നെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ജീവയോട് വിളിച്ച് പറഞ്ഞു. അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം. ഹലോ, ഇത് ഇവിടെ ഗസ്റ്റ് എന്നെ കാണാൻ വന്ന് ഞാൻ അവർക്ക് ഓണമായിട്ട് ഒരു നല്ല വിഭവം ഉണ്ടാക്കി അവരുടെ കഥകൾ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്ന ഒരു ഷോയാണ്. നിങ്ങൾ ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സംഭവം? അല്ല, പിന്നെ ഷെഫ് എനിക്ക് സഹായിക്കാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ സഹായം ചോദിക്കണത്. ബഹ്റിനിൽ പുതിയ ഷോപ്പ് തുടങ്ങുന്നില്ലേ? അതെ. അവിടെയൊക്കെ എന്നെ കൂടെ ക്ഷണിച്ചിട്ടുണ്ടോ? ഒരുപാട് ഗസ്റ്റ് വരുമെന്ന് എന്നോട് പറഞ്ഞു. ഒരുപാട് VVIPs ഉണ്ടാവും. അവർ മുമ്പ് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ ചളവള സംസാരിച്ചിട്ട് ഷെഫിന്റെ വില പോവും. അവിടെ പോയി ഇംഗ്ലീഷ് പറയാൻ പോവാണോ? ഇംഗ്ലീഷിലേ പറയുള്ളൂ. അതിന്റെ ഒരു വാശിയാ. ആണോ? എനിക്ക് നടക്കട്ടെ. അപ്പൊ അവിടെയാണെങ്കിൽ ഞാൻ ഈ രഞ്ജി പണിക്കർ സാറിന്റെ സിനിമ കണ്ടിട്ട് പട്ടപ്പെട്ടാന്ന് പടക്കം പൊട്ടുന്ന ഇംഗ്ലീഷ് സംസാരിച്ച് പിന്നെ ഒരാളെ കണ്ടേക്കണത് അപർണനെ, ജീവയുടെ വൈഫിനെ. എന്നെ ഇംഗ്ലീഷ് അറിയാമോ? ചില വാക്കുകളൊക്കെ ഡിക്ഷണറി പോലും ഇല്ലെന്ന് എനിക്ക് സ്വന്തമായിട്ട് ലിപിയൊക്കെ ഉണ്ടാക്കി, അല്ല സ്വന്തമായിട്ട് സംശയമില്ല, പടപടാന്ന് പറഞ്ഞ് സംസാരിക്കും. അപ്പൊ എന്തായാലും ഒന്ന് ഒരു 4 വാക്ക് എനിക്ക് പറഞ്ഞു തന്നെ. അതായത് അവിടെ ഈ ആളുകളൊക്കെ നിൽക്കുമ്പോ ഇപ്പൊ ബഹ്റിനിൽ തുടങ്ങുകയാണല്ലോ. അപ്പൊ ഞാൻ ചെന്നിട്ട്, ഞാൻ ആശാനാണ്, ഷെഫിന്റെ ആശാനാണ്. അപ്പൊ നിങ്ങളെയൊക്കെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ ഷെഫിനുണ്ട്. ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ എന്തായാലും അവിടെ എനിക്കൊന്ന് ഒരു ഗമ ഷെഫിന്റെ കൂടെ ഡെമ്പീസ് അടിക്കണം. ഒന്ന് പറഞ്ഞു തന്നെ. ചില സമയത്ത് ജീവയുള്ള സംസാരത്തിലേ ജീവ വെള്ളം കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വട്ടം അടിച്ചിട്ട് അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചാണ്, ഇംഗ്ലീഷ് 4 വാക്ക് വേണമെങ്കിൽ അത് പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞേ, എനിക്കൊന്ന് പറഞ്ഞേ, ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തോളാം. ഹായ് സർ, വെരി നൈസ് ടു മീറ്റ് യു. ഹായ് സർ, വെരി നൈസ് ടു മീറ്റ് യു. Hi, nice to meet you. My name is Ashan. My name is Asha. Ashe. Ashan. Oh, അപ്പൊ ഇന്നുണ്ട്. Ashan. My name is Asha. Correct pronunciation പറഞ്ഞാൽ മതി. പറഞ്ഞാ. My name is Ashan. My name is Asha. I am chef's acquaintance. ഞാൻ എന്തെങ്കിലും വായിൽ എന്തെങ്കിലും മിഠായി അങ്ങനെ എന്തെങ്കിലും ഇടണം. ഇങ്ങനെ വിരൽ വെച്ച കറക്റ്റ് ആയിട്ട് വരും. അത് ഞാൻ എവിടെയോ കണ്ട ഈ ടിപ്സ് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് കണ്ടു, അതാണ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറയും. What would you like to have? What do you like to have? Yeah, we serve Kerala food. We serve Kerala food. Continental. Arabic. Indo-Asian. Italian. Spanish. ഞാൻ ഇവിടുന്ന് Spanish, Italian, German, Peru, Mexican. Yes. And continental, Japanese. It would be my pleasure. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ. പക്ഷെ വേറെ കാര്യം ഞാൻ ഉറപ്പിച്ചു കേട്ടോ, ഞാൻ ബഹ്റിനിലേക്ക് ഇല്ല. എന്താ കാര്യം? ഇത്ര സാധനം പഠിച്ചു പറയാൻ എനിക്ക് പറ്റും. അങ്ങനെ കോഴിക്കോട് ഒരെണ്ണം വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ടാ? അല്ല, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന ഷെഫിനൊക്കെ അല്ലേ? അതെ. ബഹ്റിനിൽ പോയിട്ടാ? അല്ലല്ല, ഇവിടെ അടുത്ത ഡിഷിനുള്ള സാധനങ്ങൾ കറക്റ്റ് ടൈമിൽ ടേബിളിൽ എത്തണം. കൊണ്ടുവന്നിരിക്കും. ഇവിടെ അന്വേഷണം പറയണം. എന്തെങ്കിലും ഇംഗ്ലീഷ് ചോദിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ അതൊന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചല്ല. ആശാൻ കൊള്ളാം. അപ്പൊ ആശാനാണ് നമ്മുടെ എല്ലാ സഹായി ഇതിനകത്ത്. അപ്പൊ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ആശാൻ വന്ന ഇടയ്ക്ക് ഞാൻ കുറച്ച് വേറെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് വന്നത്. അപ്പൊ നെയ്ക്കകത്ത് തേങ്ങ കൊത്തും, അതുപോലെ അണ്ടിപ്പരിപ്പ്, കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് താളിച്ചിനകത്തേക്ക് ഒഴിച്ചു.
അപ്പൊ എന്തായാലും ഈ ഒരു മത്തങ്ങ പായസം തീർച്ചയായിട്ടും ഷിറ്റുവിന് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും ഞാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് പറഞ്ഞിട്ട് അവർണ വരുന്നുണ്ട്, എന്താണ് ഉണ്ടാക്കി? ഞാൻ സർപ്രൈസ് ആണ്, ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി. എന്തായാലും ഇത് ഓണത്തിന് ദിവസം റെസിപ്പി മനസ്സിലായല്ലോ? റെസിപ്പി മനസ്സിലായോ? അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ ഈസി ആയിട്ട് ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകെ ഒരു പണി വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലാത്തതാണെങ്കിൽ പാക്കറ്റ് മിൽക്ക് അവൈലബിൾ ആണ്. ശർക്കര പാവ് കാച്ചുന്നതാണ് ഇച്ചിരി ഒരു പണി, അതൊരു 10 മിനിറ്റ് പണി. അതൊക്കെ നേരത്തെ ഉണ്ടാക്കി പായസമൊക്കെ 2-3 ദിവസം ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ സമയമുള്ളപ്പോൾ ഒരു 2 കിലോ ശർക്കര എടുത്ത് പാവ് കാച്ചി ബാച്ചായിട്ട് മാറ്റി ഫ്രിഡ്ജിലോ ഫ്രീസർ ബാഗിലോ മാറ്റി വെക്കാം. എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പം എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അല്ലെ നെക്സ്റ്റ് 2030 ആകുമ്പോൾ അപർണ ആൻഡ് ജീവ അല്ലെങ്കിൽ അപർണ എന്നൊരു പേഴ്സണൽ ബ്രാൻഡ് എന്തൊക്കെയാണ് ആഗ്രഹം? അല്ലെ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാണെന്നുള്ള ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് പ്ലാൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റുന്നത് മാത്രം ചില കാര്യങ്ങൾ പറയും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പറയാൻ പാടില്ല, പറയരുത്. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പലരും ഭയങ്കര ഡ്രീം ചെയ്ത് അങ്ങ് വെക്കും, ആരുടെ പറയാണ്ട്. അപ്പൊ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് മറന്നത് ചെയ്യാൻ തോന്നും. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്തായാലും കാണുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കാം, അന്ന് പറഞ്ഞ സാധനം എന്താ? ഇടയ്ക്ക് പുഷ് ചെയ്യാൻ നമ്മളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യം പറയണം. പറയാൻ പറ്റുന്നത് എന്ന് പറയാൻ അങ്ങനെ നമ്മളിങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും അങ്ങനെ വെക്കാറില്ലല്ലോ. നമ്മുടെ ലൈഫ് മൊത്തം ഒരു ട്രാൻസ്പെറന്റ് ആണ്. നമ്മള് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതെ. അപ്പൊ ഈ പറയുന്ന പോലെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഒക്കെ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. അതിന്റെ വർക്ക് ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാത്തിനും അതിന്റെ ടൈം വേണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഓഫ് കോഴ്സ് കുറച്ചുകൂടെ കൂടുതൽ ബ്രാൻഡ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഷെഫ് പറഞ്ഞ പോലെ ഐക്കോണിക് പീപ്പിളിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ട്രാവൽ ചെയ്യണം. ഞാൻ വലിയൊരു ട്രാവൽ ഹോളിക്കാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് പോലെ തന്നെ ഈക്വൽ ആണ് എനിക്ക് ട്രാവൽ. അപ്പൊ എനിക്ക് ഒത്തിരി കൺട്രീസിൽ ഇനിയും പോകണം ഒന്നുണ്ട്. എവിടെയാണ് പോകാൻ ആഗ്രഹിച്ചു വെച്ചേക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് പറയും? എനിക്ക് കെനിയയിലെ മാസായി മറ പോകണമെന്നുണ്ട്. എനിക്ക് അവിടെ പോയി ചുമ്മാ നല്ലൊരു റിസോർട്ടിലിരുന്ന് ജിറാഫിനെയും ലയണിനെയും ടൈഗറിനെയൊക്കെ വെറുതെ കണ്ട് ഫുഡ് കഴിക്കുക, അങ്ങനെ ഇരിക്കുക, റിലാക്സ് ചെയ്യാം. കെനിയയിലോട്ടായിരിക്കും പോകും. ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് ഞാനും ജീവയും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് കെനിയ പോണം എന്നുണ്ട്. അപ്പൊ അതിന്റെ സീസണൽ ആണല്ലോ, നമുക്ക് തോന്നുമ്പോ അങ്ങനെ കയറി പോകാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ അത് മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പായസമൊക്കെ റെഡിയായി. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിന്റെ റെസിപ്പി ഒന്നുകൂടെ പറയുകയാണ്. മത്തങ്ങ തൊലിയൊക്കെ ചെത്തിയിട്ട് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചു വെക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, കാരണം ഒരു ബൈറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പീസ് വേണം. അപ്പോൾ എന്നിട്ട് ഒരു ഉരുളിയിൽ നെയ്യ് ഒഴിച്ച് ഈ മത്തങ്ങേനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ ശർക്കര നല്ല കട്ടിയായിട്ട്, വെള്ളം അധികം ഇല്ലാത്ത കട്ടി, നല്ല തേൻ്റെ പരുവത്തിൽ പാവ് കാച്ചി അരിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് മത്തങ്ങ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഈ കുറുകിയ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്കായി മിക്സായിട്ട് വരുമ്പം അതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1-ാം പാൽ, അങ്ങനെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇതേ പായസത്തിൻ്റെ പരുവൊന്ന് കുറുകി വരുമ്പം അതിന് ആവശ്യത്തിന് കുറച്ച് ചുക്കിൻ്റെ പൊടി മാത്രം മതി. ഇതിനകത്ത് ലേശം ഏലക്ക വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അത് ചുക്കും ഏലക്കയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫ്ലേവർ. അതിങ്ങനെ ചേർത്തിട്ട് വീണ്ടും ഒരു പാനിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത്, പൊടിയായിട്ടെരിഞ്ഞ തേങ്ങാക്കൊത്തിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് നല്ല ചുമന്ന നിറത്തിലെത്തുന്ന സമയത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ മത്തങ്ങ പ്രഥമൻ റെഡി. അടിപൊളി. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ. അപ്പൊ ഈ നമ്മുടെ ആശാനൊക്കെ വന്ന് നിങ്ങളുടെ ഭാഷയെ കുറിച്ചൊക്കെ ഭയങ്കര പുകഴ്ത്തി ഇങ്ങനെ പറയുന്നു. ശരിക്കും സ്കൂളിംഗ് ഒക്കെ യൂറോപ്പിൽ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? യൂറോപ്പിലോ? പിന്നെ അല്ല, ഈ ഭാഷയൊക്കെ ഇത്ര വളരെ അടിപൊളിയാണ്. അയ്യോ ഇല്ലല്ലോ, ഞാൻ തനി മലയാളി, തനി കൊച്ചിക്കാരി, തനി കൊച്ചി, ഫോർട്ട് കൊച്ചി. സ്കൂളിംഗ് ഒക്കെ നോർത്ത് പറവൂര്. ഞാൻ പഠിച്ച കോളേജ് ആലുവ. ഫുൾ ഓൺ 100% മലയാളി. എങ്ങനെ ഈ ഭാഷയൊക്കെ? അത് ഞാൻ ക്യാബിൻ ക്രൂ ആയ സമയത്ത്, ഇപ്പം ഷെഫിന് അറിയാലോ, നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ മലയാളികളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത് ഈ പറയുന്ന കൊറിയൻ. എൻ്റെ കൂടെ ഇപ്പം ഇന്ന് ഫ്ലൈ ചെയ്യുന്ന ഒരു കൊറിയൻ കുട്ടിയാണെങ്കിൽ നാളെ ആഫ്രിക്കൻ, മറ്റന്നാൾ ഈ പറയുന്ന മൊറോക്കൻ, അല്ലെങ്കിൽ എന്താ പറയുക ലബനീസ്, അങ്ങനെ ഓരോരുത്തർ ഓരോ നാഷണാലിറ്റി ആയിരിക്കും. അപ്പം നമ്മൾ കോമൺലി സംസാരിക്കുന്ന ഭാഷ ഇസ് ഇംഗ്ലീഷ്. അപ്പം അങ്ങനെ ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് നല്ലോണം പഠിച്ചു. ഇവിടെ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നതിനേക്കാളും ഞാൻ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും നല്ലതായിട്ട് പഠിച്ചത് അവിടെ പോയിട്ടാണ്.
അല്ല പിന്നെ ആരോടാ ഞാൻ പറയണ്ടേ, അസലായിട്ടുണ്ട്. മത്തങ്ങ പായസം നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പല പല പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ മത്തങ്ങ സ്വാഭാവികമായിട്ടൊരു മധുരം ഉള്ളതും അതിനെ കൃത്യമായിട്ട് ആ വെജിറ്റബിളിനെ ട്രീറ്റ് ചെയ്തിട്ട് ചെയ്താൽ നല്ലൊരു ഒരു പുതിയൊരു ഫ്ലേവർ പായസമാണ്. കഴിക്കാത്തവരൊക്കെ ഈ ഓണത്തിന് ഈ ഒരു പായസം കൂടെ ട്രൈ ഇതെന്തായാലും ഞാൻ ട്രൈ ചെയ്യണം. ജീവയ്ക്ക് കൊടുക്കാം. എന്തായാലും അയ്യോ ഇത് അസലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഷെഫിനോട്. എന്നാലും അടിപൊളി. താങ്ക് യു ഇഷ്ടപ്പെട്ടു. താങ്ക് യു അപർണ. അതോടൊപ്പം തന്നെ ഈ ഒരു വരുന്ന ഈ ഓണം പുതിയ വർഷം അതിന് ഉപരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാപ്പിനെസ്സും മറ്റുള്ളവർക്കും നിങ്ങൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന ഹാപ്പിനെസ്സും കൊണ്ട് കൊടുക്കാൻ പറ്റണം. അതുപോലെ ആഗ്രഹിച്ച യാത്രകളും അതുപോലെ നല്ല നല്ല വേഷങ്ങളും നല്ല നല്ല ബ്രാൻഡ് അസോസിയേഷനും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാപ്പി ഓണം. നമ്മുടെ പ്രേക്ഷകരോടും 2 വാക്ക് നിങ്ങൾക്ക് പറയാം. അവർക്കും ഒരു ഓണാശംസകൾ കൊടുക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. എനിക്കും തരണം കേട്ടോ. എന്തായാലും എനിക്ക് ഷോയിൽ വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഷെഫിനെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണെങ്കിലും ഷെഫിൻ്റെ ഈ ഒരു എക്സ്ക്ലൂസീവ് ഷോയിൽ ഒരു ഭാഗമാവാൻ, എസ്പെഷ്യലി ഈ ഓണം ടൈമിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി 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 സന്തോഷമുണ്ട്. ഷെഫിനും താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. നല്ല എന്താ പറയുക ഒരു വർഷമാവട്ടെ. എനിക്കറിയാം ഷെഫിന് ഒരുപാട് പുതിയ പുതിയ ലൈനപ്സ് ആണ്, റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ്, അത് ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അപർണ. ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, കോ-പവേർഡ് ബൈ മിൽക്കി മിസ്റ്റ്, കൗഗി, കോക്കറോട്സ്, സൺഡിപ്സ് ടീ, ഡബിൾ ഹോസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്.